ഹലോ 2025 ഓണം എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. നമുക്കിവിടെ എന്താണ് എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് ദാറ്റ് ദ റിലേഷൻ R1 ഈസ് ഈക്വൽ ടു. ഇവിടെ R1 എന്ന് പറഞ്ഞൊരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഓർഡേർഡ് ബൈ എ കോമ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു എ. എയും ബിയും എന്താണ്? നമ്മുടെ സെറ്റ് എയിലുള്ള എലമെന്റുകളാണ്. ബി മൈനസ് എ ഈസ് ഈക്വൽ ടു കെ ഈസ് റിഫ്ലക്സീവ്. ഇവിടെ ഈ തന്നിരിക്കുന്ന R1 എന്ന് പറഞ്ഞ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദി വാല്യൂ ഓഫ് കെ, കെയിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ഓർഡേർഡ് പെയർ എ കോമ ബി ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ എ കോമ ബി ബിലോങ്സ് ടു ആർ. എപ്പോഴാണ് ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മുടെ റിലേഷനിൽ വരുന്നത്? എപ്പോഴാണ് നമ്മുടെ റിലേഷനിൽ വരുന്നത്? എപ്പോഴാണ് റിലേഷനിൽ വരുന്നത്? ബി കോമ എ ഈസ് ഈക്വൽ ടു കെ. ബി മൈനസ് എ ഈക്വൽ ടു കെ ആകുമ്പോഴാണ് ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മുടെ റിലേഷനിൽ വരുന്നത്. ഓക്കെ അല്ലേ? ബി മൈനസ് എ കെ ആണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ ആണല്ലോ? ബി മൈനസ് എ ഈക്വൽ ടു കെ ആണെങ്കിൽ എ കോമ ബി നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, ഓർഡേർഡ് പെയർ എ കോമ എ, ഓർഡേർഡ് പെയർ എ കോമ എ നമ്മുടെ റിലേഷനിൽ കാണുമല്ലോ. അതല്ലേ നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണ് എന്ന് വെച്ചാൽ ഓർഡേർഡ് പെയർ എ കോമ എ നമ്മുടെ റിലേഷനിൽ കാണും. സിംപ്ലി ഇത്രയേ ഉള്ളൂ. 1,1 കാണും, 2,2 കാണും, 3,3, 4,4, 5,5, 6,6 ഒക്കെ നമ്മുടെ റിലേഷനിൽ കാണും. ഈ എല്ലാ ഓർഡേർഡ് പെയറും നമ്മുടെ റിലേഷനിൽ കാണും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, ഓർഡേർഡ് പെയർ എ കോമ എ ബിലോങ്സ് ടു ആർ. ഈ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നോക്കിയാൽ നമ്മൾ ആദ്യം എഴുതിയ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? എ മൈനസ് എ ഈസ് ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാം. എ കോമ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി മൈനസ് എ ഈക്വൽ ടു കെ. അങ്ങനെയാണെങ്കിൽ എ കോമ എ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എന്ത് ഇംപ്ലൈ ചെയ്യും? എ മൈനസ് എ ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പോൾ കെയുടെ വാല്യൂ എന്തോരടാ? കെ ഈസ് ഈക്വൽ ടു 0. കെയുടെ വാല്യൂ 0 ആണ്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ R2. അടുത്തൊരു റിലേഷൻ തന്നിട്ടുണ്ട്, R2. ഈ റിലേഷൻ എന്താണെന്ന് കാണിക്കണം? സിമ്മട്രിക് ആണെന്ന് കാണിക്കണം. ഈ റിലേഷൻ സിമ്മട്രിക് ആണെന്ന് കാണിക്കണം. റിലേഷൻ എന്താടാ? ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു എ. മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു 2. റിലേഷൻ എന്താണ്? ഓർഡേർഡ് പെയർ എ കോമ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു 2. മോഡുലസ് ഓഫ് ബി മൈനസ് എ 2 ആണെങ്കിൽ നമുക്ക് പറയാം എ കോമ ബി നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ, ഈ റിലേഷൻ എന്താണ്? സിമ്മട്രിക് ആണെന്നാണ് കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷനിൽ എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എ മസ്റ്റായിട്ട് വേണം. എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എ നിർബന്ധമായിട്ടും വേണം. അപ്പോഴേ നമ്മുടെ റിലേഷൻ സിമ്മട്രിക് ആകത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നോക്കിയേ, മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു 2. മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലടാ, മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഓൾസോ 2. മോഡുലസ് ഓഫ് ബി മൈനസ് എ 2 ആണെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബിയും 2 തന്നെ ആകത്തില്ലേ? ആണ്. കാരണം എന്താണ്?
മോഡുലസ് എടുക്കുമ്പോൾ ബി മൈനസ് എ എന്ന് പറയുന്നത് എ മൈനസ് ബി തന്നെയാണ്. അപ്പോൾ മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോടാ ഇംപ്ലൈസ് എന്താണ്, ബി മൈനസ് എ ആണെങ്കിൽ എ കോമ ബി റിലേഷനിൽ കാണും. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ആണെങ്കിൽ എന്ത് വരും, ബി കോമ എ നമ്മുടെ റിലേഷനിൽ കാണും. ഓർഡേർഡ് പേർ ബി കോമ എ ബിലോങ്സ് ടു ആർ. നോക്കിയേ, എ കോമ ബി ഉണ്ട്, ബി കോമ എ ഉണ്ട്. അപ്പം നമുക്ക് പറയാം therefore R2 ഈസ് സിമ്മട്രിക്. R2 എന്താണ്, സിമ്മട്രിക് ആണ്. ഓക്കെ അല്ലേ, നമ്മുടെ R2 എന്ന് പറഞ്ഞ റിലേഷൻ എന്താണ്, സിമ്മട്രിക് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ. സൈൻ ഇൻവേഴ്സ് 1/2 ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. എക്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇംപ്ലൈസ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ ആണല്ലോ, സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1/2. എക്സിന് നമ്മൾ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/2 കിട്ടുന്നത്, എക്സിന് നമ്മൾ 30 ഡിഗ്രി കൊടുക്കുമ്പോഴാണ്. സൈൻ 30 ആണ് 1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി പ്രിൻസിപ്പൽ വാല്യൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് പറയാം ഈക്വൽ ടു π/6, ഈക്വൽ ടു π/6. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്താണ്, π/6 ആണ്. നമ്മൾ എന്താണ് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ്, നോക്കിയേ, ടാൻ ഇൻവേഴ്സ് 2 cos ഇൻറ്റു 2 സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 നമ്മളിവിടെ കണ്ടുപിടിച്ച് π/6 ആണ്. π/6 ആണ്. ഓക്കെ അല്ലേ, ഈ 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്ത് വരും, ഡിനോമിനേറ്ററിൽ 3 വരും. ഓക്കെ, ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 cos π/3. 2 cos π/3. ഓക്കെ, ഒന്നുകൂടെ എഴുതാം, ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു കോസ് π/3. കോസ് π/3. കോസ് π/3 എത്രയാണ്, 1/2 ആണ്. കോസ് π/3 1/2 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് വരും, ഇവിടെ ടാൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 1 എത്രയാണ്, π/4. ടാൻ ഇൻവേഴ്സ് 1 π/4 ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, which among the following is a possible number of elements of a square matrix? സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിൻ്റെ സ്ക്വയർ മെട്രിക്സിലെ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ തന്നിട്ടുണ്ട് 18, 36, 45, 24. ഇതിൽ ഏതാണ് സ്ക്വയർ മെട്രിക്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരാൻ പോകുന്നത്? ഓക്കെ, അതിനുവേണ്ടി സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് അറിയാം അല്ലേ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്താണ്, സെയിം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ ഞാനൊരു സ്ക്വയർ മെട്രിക്സ് എഴുതാം. ഒരു 2/2 സ്ക്വയർ മെട്രിക്സ് എഴുതാം. ABCD. ഓക്കെ, ഇത് തന്നെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഇതെന്താണ്, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ നോക്കിയേ, 2/2 ആണ്. 2/2 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാ, 2/2 അല്ലേ ഓർഡർ. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 2 × 2. 2 × 2 ഈസ് ഈക്വൽ ടു 4. 4 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് കോളംസ് ഇൻറ്റു നമ്പർ ഓഫ് റോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടും. ഇൻ കേസ് ഓഫ് സ്ക്വയർ മെട്രിക്സ് ഒരു പോയിന്റും കൂടെ ഓർക്കണം, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്.
അങ്ങനെയാണെങ്കിൽ 18നെ നമുക്ക് ഈ എഴുതിയ 2 × 2 പോലെ അല്ലെങ്കിൽ a × a അല്ലെങ്കിൽ m × m അതുപോലെ നമുക്ക് 18നെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം 18 എന്ന് പറയുന്നത് നോട്ട് എ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് അല്ല, പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ് അല്ല 18. 36നെ നമുക്ക് 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 36 ഈസ് ഈക്വൽ ടു 6 × 6 6 × 6 എന്ന് എഴുതാം. അപ്പോൾ 36 ആണ് നമ്മുടെ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള നമ്മുടെ സ്ക്വയർ മെട്രിക്സിന്റെ നമ്പർ ഓഫ് എലമെന്റ്. കാരണം എന്താടാ, 6 റോസ് 6 കോളംസ്, അപ്പോഴല്ലേ നമുക്ക് 6 × 6 ചെയ്യുമ്പോൾ 36 എലമെന്റ്സ് കിട്ടുന്നത്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഇവിടെ എന്താണ്? 36 ആണ് ആൻസർ. 45നെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല, 24നെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ ബി സി ഡി. ആഡ് ചെയ്യാവേ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? a + a എന്ന് പറഞ്ഞാൽ 2a, b + 0 b, c + 0 c, d + d 2d ഈസ് ഈക്വൽ ടു മെട്രിക്സ് 4 3 2 6. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയടാ, 2a ഈസ് ഈക്വൽ ടു 4, a ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. a എത്രയാണ്? 2. b ഈസ് ഈക്വൽ ടു നമുക്ക് ഡയറക്റ്റ് പറയാം 3 ആണ്. സിയും നമുക്ക് ഡയറക്റ്റ് പറയാം 2 ആണ്. അടുത്തത് 2d ഈസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വാല്യൂ എന്താണ്? d ഈസ് ഈക്വൽ ടു 6/2 ഈസ് ഈക്വൽ ടു 3. ഓക്കെ അല്ലേ? എയും ബിയും സിയും ഡിയും കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 1 -1 2 ഷോ ദാറ്റ് a² - 5a + 7i ഈസ് ഈക്വൽ ടു 0 where i is the identity matrix. ഓക്കെ, അതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് a² കണ്ടുപിടിക്കാം. a² ഈസ് ഈക്വൽ ടു a × a ഈസ് ഈക്വൽ ടു 3 1 -1 2 ഇൻറ്റു 3 1 -1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു മെട്രിക്സ്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട അറിയാമല്ലോ. 3 × 3 9, 1 × -1 -1, 3 × 1 3, 1 × 2 2, -1 × 3 -3, 2 × -1 -2, -1 × 1 -1, 2 × 2 4 ഈസ് ഈക്വൽ ടു മെട്രിക്സ് 9 - 1 8, 3 + 2 5, -3 -2 -5, -1 + 4 3. ഓക്കെ, അടുത്ത നമുക്ക് 5a കണ്ടുപിടിക്കാം. 5a ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു മെട്രിക്സ് 3 1 -1 2 ഈസ് ഈക്വൽ ടു മെട്രിക്സ് 5 × 3 15, 5 × 1 5, 5 × -1 -5, 5 × 2 10. ഓക്കെ, 7i ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു മെട്രിക്സ് 1 0 0 1 ഈസ് ഈക്വൽ ടു 7 × 1 7, 7 × 0 0, 7 × 0 0, 7 × 1 7. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പഠിക്കണം? a² - 5a + 7i ഈസ് ഈക്വൽ ടു a² 8 5 -5 3 -15 5 -5 10 plus 7 0 0 7 is equal to 8 minus 15 minus 7. Minus 7 plus 7
0. 5 minus 5 0. 0 plus 0 0. മൈനസ് 5 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -5 + 5 ആകും. -5 + 5 എന്താണ്? 0 ആണ്. ഇവിടെ 3 minus 10 -7. -7 + 7 0 ഈസ് ഈക്വൽ ടു O. നൾ മെട്രിക്സ് ആണ്. ഓക്കെ അല്ലേ? ഷോ ചെയ്ത്. ഓക്കെ.